ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 4 കിലോ വെയിറ്റ് വരുന്ന ഒരു ഫിഷ് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഓവനിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ടൈപ്പിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ആവോളുടെ തന്നെ വേറൊരു ടൈപ്പ് ഫിഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗൾഫിലൊക്കെ തണുപ്പ് സമയത്തൊക്കെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫിഷ് കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ഇതേപോലെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വരഞ്ഞു കൊടുക്കാം. ഫിഷ് നമ്മൾ നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു മസാലയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ എടുത്തിറക്കുന്നത്. അതേപോലെ ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കായപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഒരല്പം കറിവേപ്പിലയും ഗ്രീൻ ചില്ലിയും കൂടി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ലെമൺ ജ്യൂസ് വേണം. ആവശ്യത്തിന് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കോക്കനട്ട് ഓയിലാണ്, അതുകൂടി നമുക്കൊരല്പം ഒഴിച്ച് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വേണം കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്കതിലോട്ട്. ഇനി നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാല. ഇനി നമുക്ക് ഫിഷിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഫിഷിൽ എല്ലാ സൈഡിലും നമ്മൾ ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഓവർനൈറ്റോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഗ്രില്ല് ചെയ്യണത്. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിലും അതേപോലെ തന്നെ വാഴയിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അലുമിനിയം ഫോയിൽ അടിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മേലിലായിട്ട് നമുക്ക് വാഴയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേലിൽ നമ്മൾ നമ്മുടെ ഫിഷും കൂടി വെച്ച് കൊടുക്കാം. ഫിഷിൻ്റെ മേലിലായിട്ട് 2 വാഴയിലയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം വാഴയിലയും കൊണ്ട് ആദ്യം ഒന്ന് റാപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ അലുമിനിയം ഫോയിലും കൂടി ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നേരെ ബേക്ക് ചെയ്യുന്ന ട്രേയിലോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഴയിലയുടെ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അതേപോലെ തന്നെ ഫിഷ് നല്ല ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് ഗ്രില്ലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറിയ ഫിഷാണെങ്കിലും കുഴപ്പമില്ല, വലിയ ഫിഷാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അല്പം ഓയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫിഷ് വെച്ച് കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ ഓവനിലാണ് ഗ്രില്ല് ചെയ്യണം കേട്ടോ. നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 180 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യണത്. ഒരു 20 മിനിറ്റാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചില ഓവനിൽ ബേക്കിംഗ് ടെമ്പറേച്ചറൊക്കെ വ്യത്യാസം വരും. മിനിമം ഒരു അരമണിക്കൂറൊക്കെ നമുക്ക്
ഗ്രില്ല് ചെയ്താൽ മതിയാവും മാക്സിമം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അല്പം വലുപ്പത്തിൽ തന്നെ നമ്മൾ വരഞ്ഞു കൊടുത്തു തരം കൊണ്ട് നമുക്ക് സ്റ്റേക്ക് പോലെ തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിച്ച് നോക്കിയപ്പോൾ കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ വലിയ ഫിഷൊക്കെ മേടിച്ചിട്ട് ഈ ഒരു ടൈപ്പിൽ ഗ്രില്ല് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫ്ലേവേർഡ് റൈസ് ദം ചെയ്തതിന് ശേഷം അതിൻ്റെ മേലായിട്ട് ഈ ഫിഷ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സൈഡിലായിട്ട് ഓണിയൻ റിങ്സും ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.